പാലക്കാടൻ മണ്ണിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പോരും മുറുകുന്നു. വടകര MP ഷാഫി പറമ്പിലും പാലക്കാട് MP VK ശ്രീകണ്ഠനുമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ട് കരുനീക്കങ്ങൾ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ഷാഫിക്ക് ഒരുപോലെ വെല്ലുവിളിയും തലവേദനയുമാകുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പാലക്കാട് മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ഷാഫി പറമ്പിലിന്റെ നീക്കം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി E ശ്രീധരനെ കഷ്ടിച്ച് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസമാണ് ഷാഫിയുടെ പ്രധാന ബലം. തനിക്ക് മാത്രമാണ് പാലക്കാട് വിജയസാധ്യതയുള്ളതെന്നും BJPയുടെ സ്വാധീനം അതിജീവിക്കാൻ കഴിഞ്ഞത് തനിക്ക് മാത്രമാണെന്നും ഷാഫി പാർട്ടിയിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇതിനായുള്ള കരുനീക്കങ്ങൾ അദ്ദേഹം സജീവമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളാണ്. രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫിക്ക് അറിവുണ്ടായിരുന്നിട്ടും പരാതികളിൽ വേണ്ടത്ര നടപടിയെടുത്തില്ലെന്നാണ് എഴുത്തുകാരനായ ഹണി ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. വടകരയിൽ ഷാഫി MP ആയതിനു ശേഷം രാഹുലിനെ പാലക്കാട് നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് ഷാഫിയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രാഹുലിന് പിന്നാലെ ഷാഫിക്കെതിരെയും ഹൈക്കമാൻഡിന് പരാതികൾ പോയെന്നാണ് റിപ്പോർട്ടുകൾ. ഷാഫിക്കെതിരായ ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളും ശക്തിപ്പെട്ടതോടെ പാലക്കാട് ജയിച്ചു കയറാൻ VK ശ്രീകണ്ഠൻ മതിയെന്ന ചർച്ചകളും സജീവമാണ്. ഒരു സാധ്യതയും ആരും കൽപ്പിക്കാതിരുന്ന സമയത്ത് CPM-ൽ നിന്ന് പാലക്കാട് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തത് ശ്രീകണ്ഠനാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷം നേടിയതും ശ്രീകണ്ഠന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറയാൻ ശ്രീകണ്ഠനും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ശ്രീകണ്ഠനാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചെങ്കിലും വിവാദങ്ങൾക്ക് കെട്ടടങ്ങിയിട്ടില്ല. രാഹുലിനെതിരായ 9ഓളം പരാതികളാണ് AICCക്ക് മുന്നിലുള്ളതെന്നാണ് സൂചന. അതിൽ ഒരു മുൻ MPയുടെ മകളുടെ പരാതിയും ഉൾപ്പെടുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VT സതീശൻ അടക്കമുള്ളവർ ശക്തമായ നിലപാടെടുത്തോടെയാണ് രാഹുൽ രാജിവെക്കാൻ നിർബന്ധിതനായത്. രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് DYFI പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയും ഓഫീസ് ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഷാഫി പറമ്പിലിനെതിരെയുള്ള പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതികൾ അറിയിച്ചിട്ടും പ്രതികരിച്ചില്ലെന്നുമാണ് പ്രധാന ആരോപണങ്ങൾ. പാലക്കാട് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ സംഭവങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. തുടർച്ചയായ 3-ാം വട്ടവും ഭരണം നഷ്ടപ്പെട്ടാൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി ഇല്ലാതാകുമെന്നതിനാൽ ജയസാധ്യത മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം. അതിനായി പാർട്ടിയിലെ പല MPമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. പാലക്കാടൻ കാറ്റ് അനുകൂലമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ അവർക്ക് വലിയ വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളും ഷാഫിക്കെതിരായ ആരോപണങ്ങളും ശ്രീകണ്ഠന്റെ സാധ്യതകളും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന് പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സാധിക്കൂ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. ഷാഫിയെ മത്സരിപ്പിച്ചാൽ രാഹുൽ വിവാദങ്ങൾ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഷാഫിയെ ഒഴിവാക്കിയാൽ പാർട്ടിയിൽ യുവ നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് അത് കാരണമാകും. VK ശ്രീകണ്ഠനെ മത്സരിപ്പിച്ചാൽ പാലക്കാട് ലോക്സഭാ സീറ്റിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അതിനും സാധ്യതകൾ കുറവാണ്. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താനും നേതാക്കളിൽ നിന്ന് റിപ്പോർട്ട് തേടാനും സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ഹൈക്കമാൻഡിന് ലഭിച്ച റിപ്പോർട്ടുകൾക്ക് ഷാഫിക്ക് പ്രതികൂലമാണെന്നാണ് സൂചന. എന്നാൽ ഷാഫി ഡൽഹിയിലെത്തി തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ഇത് കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും നിരീക്ഷണങ്ങളുണ്ട്.